അപ്പം ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ 3ാം ഘട്ട പ്രിലിംസ് പരീക്ഷയുടെ ആൻസർ കീയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻസർ കീ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. പരീക്ഷ എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ പരീക്ഷയുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അത്യാവശ്യം ടഫായിട്ടുള്ളതാണ്, ഡിഗ്രി ലെവൽ എക്സാം ഇല്ലേ, അപ്പം അത്യാവശ്യം ടഫ് വരും. അപ്പം നമുക്ക് നോക്കാം, ആൻസർ കീ നോക്കാം. ഇത് ആൻസർ കീയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് D ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ SC BC അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 105ാം ഭരണഘടനാ ഭേദഗതി. നമ്മൾ ഇന്നലെ ഇട്ടൊരു വീഡിയോയിൽ, കറണ്ട് അഫയർ സീരീസിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്, 105ാം ഭേദഗതിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരാണെന്നാണ് ചോദിച്ചത്. എൻ്റെ ആൻസർ ഓപ്ഷൻ A, പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248 ഡാഷ് പ്രതിപാദിക്കുന്നു. അപ്പോൾ എന്താണ് പ്രതിപാദിക്കുന്നതാണ് നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 248 എന്താണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ് ആർട്ടിക്കിൾ 248 പറയുന്നത്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ഏതാണ് ചോദിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ B, കേരളമാണ്. അഞ്ചാമത്തെ ചോദ്യം, SR ബൊമ്മെ വെസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആർട്ടിക്കിൾ 356 ആണ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ 2012-2017 പ്രധാന ആശയം താഴെ പറയുന്നവയിലാണ്. അപ്പോൾ ഇന്ത്യയുടെ 12ാം പഞ്ചവത്സരയുടെയാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ B ആണ്, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും ആയ സുസ്ഥിരവുമായ വളർച്ച, സുസ്ഥിര വികസനം. അപ്പം 6ൻ്റെ ആൻസർ B ആണ്. ഏഴാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഇതിന് ആൻസർ അങ്ങ് പറഞ്ഞു പോവാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ A 1 and 2 ആണ്. അതായത് RBI IMF ഒരു അംഗമാണ്. അതുപോലെ തന്നെ 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്, ഓൺലി 1 and 2 ആണ്. എട്ടാമത്തെ ചോദ്യം, GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ B, IGST ആണ്, IGST. ഒൻപതാമത്തെ ചോദ്യം, ഫലപ്രദമായ റവന്യൂ കമ്മി അതായത് ERD ഏതിന് തുല്യമാണെന്നാണ്. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ്, റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 9ൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. പത്താമത്തെ ചോദ്യം, 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ C, അനന്ത നാഗേശ്വരനാണ്. 11ാം ചോദ്യം, പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് ശരിയായിട്ട് വരുന്നത്. അതായത് 1510 തുടക്കത്തിൽ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതിവേഗം വിശാലവും അഭിവൃദ്ധി പ്രാപിക്കുന്നതിനുമായ ഒരു പട്ടണവുമായി വളർന്നു. അവരുടെ നല്ല കാലങ്ങളിൽ അത് ഗോവയ്ക്ക് ശേഷമുള്ള മലബാർ തീരത്തെ ഏറ്റവും മികച്ചതും വലുതുമായ നഗരമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, 3 ശരിയായിട്ടുള്ളത്. 12ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് താഴെ പറയുന്നവരിൽ ഏതാണ് ശരി എന്നുള്ളത്. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ വരുന്നത് 1, 3 അതായത് 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ മണ്ഡപത്തു വാതുക്കൽ എന്നാണ് സേനാ ആസ്ഥാനത്തിന് നൽകിയിരുന്ന പേര്. ക്ലിയറായേ? 13ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകൾ ഏതൊക്കെയാണ് ശരി. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതായത് നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്ത് 22 വരെ പിന്തുണച്ച് 21 വരെ നിരസിച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്, നിയമസഭയുടെ കാര്യം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ്, ഓൺലി 1 and 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. 14ാമത്തെ ചോദ്യം,
നിയമലംഘനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓരോ വസ്തുതകളും നമുക്ക് നോക്കാം. പൂർണ്ണ സ്വരാജിന് വേണ്ടി ഗാന്ധി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു. ശരിയാണ്. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് മാർച്ച് 12 ഏപ്രിൽ 6 വരെ സബർമതിയിൽ നിന്ന് ഗുജറാത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്ക് ഉപ്പിൻ്റെ പ്രശ്നത്തെ ചുറ്റിപ്പറ്റി നിങ്ങളൊരു നല്ല തന്ത്രം ആസൂത്രണം ചെയ്യുക. 1931 ഫെബ്രുവരിയിൽ ഗാന്ധിജിയോട് നെഹ്റു സമ്മതിച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇന്ന് ഓപ്ഷൻ ഡി ആണ്. ഇത് മൂന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 15ാമത്തെ ചോദ്യം, സാമൂഹ്യ സ്ഥാപനങ്ങളും പരിഷ്കാരങ്ങളും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. സാമൂഹ്യ സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക എന്നാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2, 3 ആണ്. അടുത്ത 16ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചതെന്നാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ. അപ്പം ഇതിന് ആൻസർ നമുക്കെല്ലാവരും അറിയാം, APJ അബ്ദുൽ കലാമാണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഒൺലി ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒൺലി 2 ആണ്, 2 മാത്രമാണ്. APJ അബ്ദുൽ കലാമിന് മാത്രമാണ് ഇതിൽ ഭാരതരത്നം ലഭിച്ചത്. അടുത്തത് 17ാമത്തെ ചോദ്യം, ആദിത്യ L1. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ആദിത്യ L1 ഒക്കെ ശരിക്കും നോക്കിയിട്ട് പോകണം, അതിനകത്തുനിന്ന് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏവയാണെന്നുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മാത്രമാണ്, സി ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. അതായത് സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ക്രോമോസ്ഫിയറും കൊറോണയും ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ ഓൺലി 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. 18ാമത്തെ ചോദ്യം, ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി, ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റേതും അങ്ങ് പറഞ്ഞു പോവാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 19ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും വരുന്നത് പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്ന് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1980 വനസംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം ശനിയുടെ ഉപഗ്രഹമായ മൂൺ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അപ്പം അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഇത് കറണ്ട് അഫെയർ ആണ്. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് ശരിയായിട്ടുള്ളത്. അതായത് 3D പ്രിൻ്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3 അവസാനിച്ചു. അത് COP23 അപ്പോൾ അത് അവസാനിച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൺലി 2 and 3 ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 2, 3 ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? അപ്പോൾ കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? IT യുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. റീഡ് ഓൺലി മെമ്മറിയാണ്, ROM ആണ്, റീഡ് ഓൺലി മെമ്മറി. 22ാമത്തെ ചോദ്യം, ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇൻ്റർപ്രറ്റർ ആണ്. 23ാമത്തെ ചോദ്യം, നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണെന്നാണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1930 ആണ്. 1930 ആണ്. അതുപോലെ തന്നെ 24ാമത്തെ ചോദ്യം, ICANN എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻസ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് ആണ് വരുന്നത്. 25ാമത്തെ ചോദ്യം, ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഗിളിൻ്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗിളിൻ്റെ സ്ഥാപകൻ ആരാണ്? ഒമേഗിളിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ ഡി ലീഫ് കെ ബ്രൂക്സ് ആണ് ഒമേഗിളുടെ സ്ഥാപനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 26ാമത്തെ ചോദ്യം, മുഗൾ കലയും വാസ്തുവിദ്യയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ് പറയുന്നത്. മുഗൾ കലയും വാസ്തുവിദ്യയെ സംബന്ധിച്ച്. അപ്പോൾ സനാഡുവിലെ ഗുബ്ലൈഗാൻസ് കൊട്ടാരത്തിൽ സ്വപ്ന മാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു. അത് ശരിയായിട്ടുള്ളതാണ്. ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ശൈലിയിലാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസേബ് നിർമ്മിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്.
അടുത്ത 27ാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അപ്പോൾ ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ശരിയായിട്ട് വരുന്നത്. അതായത് ഫ്രാൻസിൽ നിന്നുള്ള നികുതികൾ സംസ്ഥാന ഉദ്യോഗസ്ഥരല്ല സ്വകാര്യ വ്യക്തികളോ കമ്പനികളോ ആണ് പിരിച്ചെടുത്തിരുന്നത്. അതുപോലെ തന്നെ റോം കത്തോലിക്ക സഭയിലെ വൈദികർ സംസ്ഥാനത്തെ ആദ്യ ക്രമം രൂപീകരിച്ചു. അത് സമ്പന്നവും ശക്തവുമായിരുന്നു. ഫ്രാൻസിൻ്റെ ഭൂപ്രദേശത്തെ 1/5 ഭാഗവും അതിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓൺലി 1 and 2 ആണ്. അടുത്തത് 28ാമത്തെ ചോദ്യം, UNOയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഇതിൽ ഇച്ചിരി ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇങ്ങനെ ഇട്ടേക്കുന്നത്. കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ നോക്കിയിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യും. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വരട്ടെ, അല്ല ഫൈനൽ ആൻസർ കീ വരുന്നുണ്ട്, നമുക്ക് അത് ചെയ്യാം. 29ാമത്തെ ചോദ്യം എന്താണ്? 29ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. വസ്തുതകൾ പരിഗണിക്കുക. ഇതും ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നുണ്ട്. ശരിയായിട്ടുള്ളതാണോ എന്തൊക്കെ ഒരു ഡൗട്ട് വരുന്നുണ്ട്. അപ്പം ഈ 28ാമത്തെ ക്വസ്റ്റിനും 29ാമത്തെ ക്വസ്റ്റിനും ഡൗട്ട്സ് വരുന്നുണ്ട്. അതെന്തായാലും ആൻസർ കീ പ്രൊവിഷണൽ PSCയുടെ ഒഫീഷ്യൽ ആൻസർ കീ വരട്ടെ, എന്നിട്ട് നമുക്കത് പറയാം. 30ാമത്തെ ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. അപ്പോൾ നമുക്കറിയാം ശ്രീ ഹീരാലാൽ സമരിയ മുഖ്യ വിവരാവകാശ കമ്മീഷനാണ്, ശരിയാണ്. അതുപോലെ തന്നെ 2005 ഒക്ടോബർ 12 മുതൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 3 ആൻസർ ആയിട്ട് വരത്തില്ല. വിവരാവകാശ നിയമത്തിന് ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 ആൻസർ ആയിട്ട് വരത്തില്ല. കമ്മീഷൻ്റെ അധികാര പരിധി എല്ലാ കേന്ദ്ര സംസ്ഥാന പൊതു അധികാരികളിലേക്കും വ്യാപിച്ചിരിക്കുന്നു, അങ്ങനെ വ്യാപിക്കാൻ പറ്റത്തില്ല. അപ്പം 3 അല്ല ആൻസർ ആയിട്ട് വരുന്നത്. 3 ആൻസർ ആയിട്ട് വരത്തില്ല. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ ആയിട്ട് വരത്തില്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 31ാമത്തെ ചോദ്യം, സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണ ദാതാക്കളും തമ്മിലുള്ള പൊതുകരാറുകൾ എന്താണെന്നാണ്. പൊതു ഉടമ്പടി തിരിച്ചറിയുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സിറ്റിസൺ ചാർട്ടർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ 32ാമത്തെ ചോദ്യം, NSSOയുടെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ സി നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ് NSSOയുടെ പൂർണ്ണരൂപമായിട്ട് വരുന്നത്. 33ാമത്തെ ചോദ്യം കറണ്ട് അഫെയർ ആണ്. കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയാണ്. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയിൽ നിന്നാണ് അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത്. അടുത്തത് 34ാം ചോദ്യം, NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? NREGA തന്നെയാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 35ാമത്തെ ചോദ്യം, ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറി ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 36 കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി നാട്യകൽപ്പദ്രുമമാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു കാണും. നാട്യശാസ്ത്രമാണോ അങ്ങോട്ടൊക്കെ മാറി കറപ്പിച്ചവരും ഉണ്ടായിരിക്കും. പെട്ടെന്ന് രണ്ട് നാട്ടി കിടക്കുന്നതുകൊണ്ട് നാട്യശാസ്ത്രത്തിലോട്ട് പോയി കർപ്പിച്ചവരും കാണും. അപ്പോൾ കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? നാട്യകൽപ്പദ്രുമം. 37ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? അതിൻ്റെ ആൻസർ സിമ്പിൾ ആയിരുന്നു, കൂടിയാട്ടവും മൂടിയേറ്റും. ഓപ്ഷൻ ഡി കൂടിയാട്ടവും മൂടിയേറ്റും. അതുപോലെ തന്നെ ഒളിമ്പിക്സ് 38ാമത്തെ ചോദ്യം, ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്ത് നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? അത് സിമ്പിളായിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ഗ്രീസ് ആണ്. 39ാമത്തെ ചോദ്യം, ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഓപ്ഷൻ ബി ടെന്നീസ്. ഡേവിസ് കപ്പ് ടെന്നീസ്. ക്ലിയർ ആയേ? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ടെന്നീസ് ആണ്. അതുപോലെ തന്നെ 40ാമത്തെ ചോദ്യം, നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? PC ഗോപാലൻ. നമ്മൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ സി PC ഗോപാലൻ്റെ തൂലികാനാമമാണ് നന്ദനാർ. 41ാമത്തെ ചോദ്യം, പട്ടിക 1നെ പട്ടിക 2മായി ചേരുമ്പടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ പട്ടിക 1 അന്തരീക്ഷത്തിൻ്റെ പാളികളും പട്ടിക 2 അതിൻ്റെ സവിശേഷതകളുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷത എന്താണ് ഇവിടെ വരുന്നത്? മൊത്തവും അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു സ്ട്രാറ്റോസ്ഫിയർ. അതുപോലെ തന്നെ എക്സോസ്ഫിയർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയർ വരുന്നത് ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കൂടുന്നു. അതുപോലെ അയോണോസ്ഫിയർ
അറോറ ബൊറിയാലിസിസ്, അറോറ ഓസ്ട്രാലിസിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 3, 4, 1, 2. അത് A 3, B 4, C 1, D 2. 42ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ജലപാത 3 NW3 എവിടെയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി കോട്ടപ്പുറം ടു കൊല്ലം. 43ാം ചോദ്യം, പട്ടിക 1നെ പട്ടിക 2മായി ചേരുമ്പടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുമെന്നാണ്. അപ്പം GOES എവിടുത്തെ ഉപഗ്രഹമാണ്? ഏത് രാജ്യത്തെ ഉപഗ്രഹമാണ് GOES? USA ഉപഗ്രഹമാണ്. അതുപോലെ തന്നെ ഇൻസാറ്റ് ഇന്ത്യയുടെയാണ്. നമുക്കറിയാം ഇൻസാറ്റ് ഇന്ത്യയുടെയാണ്. അതുപോലെ തന്നെ സ്പോട്ട് ഫ്രാൻസിൻ്റെ ഉപഗ്രഹമാണ്. അതുപോലെ തന്നെ ഉൽക്ക റഷ്യയുടെയാണ്. ഉൽക്ക 3 റഷ്യയുടെ ഉപഗ്രഹമാണ്. ഉൽക്ക 3 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. A2, B4, C1, D3. അടുത്തത് 44ാം ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രസ്താവന ശരിയായ ഉത്തരമാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 4ഉം ആണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതായത് ബാബർ ട്രാക്ട് ഒരു കല്ല് കൊണ്ട് പതിച്ച മേഖലയാണ്. അതുപോലെ തന്നെ ടെറായി അമിതമായ നനവുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 4ഉം എന്നിവ ശരിയായിട്ടുള്ളതാണ്. ഇതൊക്കെ ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത 45ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി സൈലന്റ് വാലി. 46ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ കളർ സിനിമ ഏതാണ്? സിമ്പിൾ. ഓപ്ഷൻ ബി കണ്ടം വെച്ച കോട്ട. അതുപോലെ തന്നെ 47ാമത്തെ ചോദ്യം, ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിൻ്റെ കൃതി? ആൻസർ ഓപ്ഷൻ സി മധുരൈ കാഞ്ചി. 48 മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരനാരാണ്? ആൻസർ ഓപ്ഷൻ ഡി CV രാമൻപിള്ള. 49 ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. 50ാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ. ഇനി മാത്സ് ആണ് വരുന്നത്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആണ് വരുന്നത്. 51ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുമെന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട്, US ഓപ്പൺ ഉണ്ട്, വിംബിൾഡൺ ഉണ്ട്. നമുക്ക് എളുപ്പം തന്നെ കണ്ടെത്താം. ഡേവിഡ് കപ്പാണ്. നമുക്ക് അറിയാം ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡേവിഡ് കപ്പാണ് ആൻസറായിട്ട് വരുന്നത്, ഒറ്റയാനായിട്ട് വരുന്നത്. 52ാമത്തെ ചോദ്യം, പ്രശ്നം, അനുമാനം, അതുപോലെ തന്നെ ഡാഷ് പ്രവചനം ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ശൂന്യത പൂരിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ അവസ്ഥയാണ് വരുന്നത്. അതുപോലെ തന്നെ 53ാമത്തെ ചോദ്യം, റൈഡ് എന്നത് 36ആയും ഡെസ്ക് എന്നത് 39ആയും കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസ്കിൻ്റെ കോഡ് എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി 57ആണ് വരുന്നത്. 54ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ശ്രേണിയിലെ തെറ്റായ നമ്പർ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3, 10, 31, 90, 283. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 90ആണ് വരുന്നത്. അതുപോലെ 55ാമത്തെ ചോദ്യം, 4നും 5നും ഇടയിൽ ഏത് സമയത്താണ് ഒരു ക്ലോക്കിൻ്റെ കൈകൾ ലംബ കോണിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 4 കഴിഞ്ഞ് 38 2/11 മിനിറ്റ് ആണ്. 56ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 33.345 ആണ് വരുന്നത്. 33.345 ആണ്. 57ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1000 ആണ്. ഓപ്ഷൻ ബി 1000 ആണ് വരുന്നത്. അതുപോലെ തന്നെ 58ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. 2500 ആണ് വരുന്നത്. അതുപോലെ തന്നെ 59ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓപ്ഷൻ ബി 10 ആണ് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 60ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറും ഓപ്ഷൻ ബി ആണ് വരുന്നത്. 15/20 ആണ്. 61ാമത്തെ ചോദ്യം, 2025 കലണ്ടർ ഡാഷ് വർഷത്തിന് സമാനമായിരിക്കും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 2031 ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 62ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി അളിയൻ ബ്രദർ ഇൻ ലോ ആണ് വരുന്നത്. അതുപോലെ തന്നെ 63ാമത്തെ ചോദ്യം ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്, നമ്മൾ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന, അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്ക്. 64ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇസഡും വൈയുമാണ്. 64ാമത്തെ ചോദ്യം ഇസഡും വൈയുമാണ് വരുന്നത്. അതുപോലെ തന്നെ 65ാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ സി ജെയ് ആണ് വരുന്നത്. 66ാമത്തെ ചോദ്യം ഓപ്ഷൻ സി 24 ആണ് വരുന്നത്. അതുപോലെ തന്നെ 67ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി 2 മണിക്കൂറാണ് വരുന്നത്. അതുപോലെ തന്നെ 68ാമത്തെ ചോദ്യം ഓപ്ഷൻ എ 49 ആണ്. 69ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 125 ആണ്. 70ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി 0 ആണ് വരുന്നത്. ഇനി നമുക്ക് ഇംഗ്ലീഷ് നോക്കാം.
ഇംഗ്ലീഷ് 71ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഗിവൺ സെൻറ്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസ് വെർബ് ഐ അറേഞ്ച്ഡ് ടു മീറ്റ് ടോണി ഇൻ ദ മാൾ എസ്റ്റർഡേ ബട്ട് ഹി ഡിഡിൻറ്റ് ഡാഷ് എന്നാണ് ആൻസർ. എന്താണ്? ഓപ്ഷൻ ബി ടേണപ്പ് ആണ് വരുന്നത്. ഇവിടെ ടേണപ്പ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 72ാം ചോദ്യം ഫൈൻഡ് ദ സിനോണിം ഓഫ് ദ വേർഡ് അമിക്കബിൾ. അമിക്കബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രണ്ട്ലി എന്നല്ലേ പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ഫ്രണ്ട്ലി ആണ് വരുന്നത്. 73ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് കോഷ്യസ്. എൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ റെക്ലെസ് ആണ് വരുന്നത്. ഓപ്ഷൻ എ റെക്ലെസ്. 74ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ്. ആൻസർ ഓപ്ഷൻ സി കറ്റാസ്ട്രോഫ് ആണ് വരുന്നത്. ഇ ആണ് ഇവിടെ വരുന്നത്. അതായത് കറ്റാസ്ട്രോഫി അവസാനം ഇ ആണ് വരുന്നത് എൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുമ്പോൾ. 75ാമത്തെ ചോദ്യം ഫൈൻഡ് വൺ വേർഡ് ഓഫ് എ പേഴ്സൺ ഹു ഹാസ് നോ മണി. ഇതിൻ്റെ ആൻസർ പോപ്പർ ആണ്. അതിനെ പാപ്പർ എന്ന് പറയുന്നത്. പാപ്പറായിട്ടിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പൈസ ഇല്ലായിരിക്കുന്നത്. 76ാം ചോദ്യം ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ് ഡാഷ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ സി ഡിഡിൻ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഡിഡിൻ്റ് ആണ്. 77ാം ചോദ്യം പുട്ട് ഇൻ ദ കറക്റ്റ് പ്രപ്പോസിഷൻ. ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് 8:15 AM എന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് സമയം തന്നിട്ടുള്ളതിൻ്റെ ഓപ്ഷൻ എ ആണ് വരുന്നത്. എ അറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ 78ാം ചോദ്യം ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗിവൺ ആസ് ഓപ്ഷൻസ് വരുന്നത് ദ പ്രിൻസിപ്പൽ ഡാഷ് ടു സ്പീക്ക് ടു യു. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ വാണ്ട്സ് ആണ് ഇവിടെ വരുന്നത്. വാണ്ട്സ് ടു സ്പീക്ക് ടു യു ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 79ാം ചോദ്യം ടേൺ ദ ഗിവൺ സെൻറ്റൻസ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. സ്പെസിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻസർ ഈസ് റൈറ്റ്. ആൻസർ ഓപ്ഷൻ ബി ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി. 80ാം ചോദ്യം ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ഇൻറ്റൻറ്റഡ് ഐഡിയ ആൻഡ് ദ ഫോളോയിങ്. ആൻഡ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഐ ലൈക്ക് ഹെർ ചൈൽഡ് ലൈക്ക് ഫേസ്. ഐ ലൈക്ക് ഹെർ ചൈൽഡ് ലൈക്ക് ഫേസ് എന്നാണ് വരുന്നത്. 81ാം ചോദ്യം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദ കോർണർ. റൗണ്ട് ദ കോർണർ എന്ന് പറയുമ്പോൾ വെരി നിയർ ആണ് വരുന്നത്. ഓപ്ഷൻ എ വെരി നിയർ. അതുപോലെ തന്നെ 82ാം ചോദ്യം ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. അപ്പോൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് വേർഡുകൾ തമ്മിൽ ചേരുന്നതാണ് കോമ്പൗണ്ട് വേർഡ്. അപ്പോൾ ഹാൾ വേ ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 83ാം ചോദ്യം വാട്ട് ഈസ് ദ ഫീമെയിൽ ടൈഗർ കാൾഡ്. എന്താണ്? ടൈഗ്രസ് എന്നാണ്. ട്രൈഗ്രസ്. ഓപ്ഷൻ എ ട്രൈഗ്രസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. 84ാം ചോദ്യം എ പ്രിഫിക്സ് ഈസ് ലെറ്റർ ദാറ്റ് കം അറ്റ് ദ ഡാഷ് ഓഫ് എ വേർഡ്. അപ്പോൾ ബിഗിനിങ് ആണ്. കം അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 85ാം ചോദ്യം പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. സിനോപ്സിസ് ആണ് വരുന്നത്. സിനോപ്സിസ്. ഓപ്ഷൻ എ സിനോപ്സിസ് ആണ് വരുന്നത്. അതുപോലെ 86ാം ചോദ്യം ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് വാട്ട് എ സൂപ്പർ ഷോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി. വാട്ട് എ സൂപ്പർ ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിട്ട് വരുന്നത്. അതുപോലെ 87ാം ചോദ്യം യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ കണ്ടെത്താനാണ്. ഹി ഡിഡിൻ ഗെറ്റ് ഡാഷ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഹി ഡിഡിൻ ഗെറ്റ് ദ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഹി ഡിഡിൻ ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. ദ ആണ് വരുന്നത് ആർട്ടിക്കിളായിട്ട്. 88ാം ചോദ്യം മിഷേൽ ഈസ് ഡാഷ് ദാൻ നടാഷ. മിഷേൽ ഈസ് ഓൾഡർ ദാൻ നടാഷ എന്നാണ് പറയുന്നത്. ഓൾഡർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതുപോലെ തന്നെ 89ാം ചോദ്യം ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 2 ആണ് വരുന്നത്. അതായത് ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അതുപോലെ 90ാം ചോദ്യം റിപ്പോർട്ട് ദ സെൻറ്റൻസ് ജോഷുവ സെഡ് ടു മം ഐ ഹാവ് ബീൻ ഹിയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഞാൻ പറഞ്ഞപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ജോഷുവ ടോൾഡ് മം ദാറ്റ് ഹി ഹാഡ് ബീൻ ദിയർ. ഹി ഹാഡ് ബീൻ ദിയർ ആണ് വരുന്നത്. ഹി ഹാഡ് ബീൻ ദിയർ ആണ് വരുന്നത്. ദേർ ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മലയാളമാണ്. മലയാളം പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത്. പുത്രം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് പെട്ടെന്ന് ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം. ഓപ്ഷൻ എ ജനകനാണ്. അതുപോലെ തന്നെ തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. തീ കനൽ. ഓപ്ഷൻ സി തീ കനൽ. അതുപോലെ തന്നെ 800 എന്ന പദത്തിന് പിരിച്ചെഴുതുക. 800 എന്നുള്ള പദത്തിന് എൺ പ്ലസ് 100 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി ലോകവിവരമില്ലായ്മ. പൊട്ടക്കണത്തിലെ തള്ള എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് കൂപമണ്ഡൂകം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ലോകവിവരമില്ലാത്തവൻ. 95ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ലേഖകൻ. 96ാമത്തെ ക്വസ്റ്റ്യൻ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ സി ഗുരുക്കളാണ് വരുന്നത്. അതുപോലെ തന്നെ 97ാമത്തെ ചോദ്യം മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി വാരിതമാണ്. അതുപോലെ തന്നെ 98 ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ശിഥിലം. അതുപോലെ തന്നെ 99 രാജാവും ഋഷിയുമായവൻ ഇത് ഒറ്റപ്പദമാക്കുക. രാജർഷി. എളുപ്പം.
ആൻസർ ഓപ്ഷൻ ഡി രാജർഷി. അതുപോലെ തന്നെ 100ാമത്തെ ചോദ്യം സുധൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. എന്താണ് ആൻസർ ഓപ്ഷൻ ബി സുധ എന്നാണ് വരുന്നത്. സുധൻ എന്ന പദത്തിൻ്റെ സുധ എന്നാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ആൻസർ കീ ആയിട്ട് നമ്മൾ കണ്ടെത്തിയത്. അപ്പം ഇതിനകത്ത് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് ആയിട്ടിരിക്കുന്നുണ്ട്. ജി കെ പാർട്ടിലെ 2ഉം അതുപോലെ തന്നെ ഒരു മാത്സിലെ ഒരു കണക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആൻസർ കീ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത്രയും നമ്മൾ പറഞ്ഞതിന് വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഉള്ളതൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സാം നല്ലൊരു എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷും മാത്സും എളുപ്പമായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷിനും മലയാളത്തിനും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. മലയാളത്തിൽ 10 നേടാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. മാത്സിലും കുറച്ച് ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി ജി കെ പാർട്ട് കുറച്ച് ടഫായിട്ടാണ് വന്നത്. പൊതുവേ ടഫായിരുന്നു. അതിനകത്ത് ചില ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിട്ട് വന്നിരുന്നുണ്ടെങ്കിലും കലാകായികമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എളുപ്പമായിട്ട് വന്നിരുന്നു. അതുപോലെ തന്നെ കറണ്ട് അഫെയറും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അല്ലാതെയുള്ള ജി കെ പാർട്ടിലെ ക്വസ്റ്റ്യൻസൊക്കെ നല്ല ടഫായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ പരീക്ഷ എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക, അഭിപ്രായങ്ങളൊന്ന് പറയുക. അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതുകൂടെ ഒന്ന് നോക്കിയിട്ട് പറയുക. പിന്നെ വേറെന്താ പറയാനുള്ളത്, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക് യു ഓൾ.